സാമ്പാർ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കൂ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം ഒരു പാനിൽ നമ്മൾ സാമ്പാർ പരിപ്പ് നന്നായി ചൂടാക്കിയെടുക്കുന്നു. ചൂടാക്കിയെടുക്കുന്ന സാമ്പാർ പരിപ്പ് നല്ലൊരു ഫ്ലേവറാണ്. അതിനുശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർക്കുന്നു. അതിനുശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. നന്നായിട്ട് ഇളക്കുന്നു. നന്നായി ഇളക്കിയ ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നു. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം കുക്കർ അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 5 വിസിൽ കുക്കറിൽ കൊടുത്തു കഴിഞ്ഞ ശേഷം ഇതിൻ്റെ ആവിയെല്ലാം പോയതിന് ശേഷം ഈ കുക്കർ തുറന്നെടുക്കുക. ഇപ്പോൾ നമുക്ക് കാണാം ഈ പരിപ്പെല്ലാം നന്നായി വെന്ത് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഇട്ട് കൊടുക്കുന്നു. ആദ്യം മത്തങ്ങ അരിഞ്ഞത്, ഈ പരുവത്തിൽ മത്തങ്ങ അരിഞ്ഞതിടുക. പിന്നെ കുറച്ച് കത്തിരിക്ക, വഴുതനങ്ങ ഇട്ട് കൊടുക്കുന്നു. വഴുതനങ്ങ ഇട്ടതിന് ശേഷം നമ്മളിതിലേക്ക് അടുത്ത പച്ചക്കറികൾ, അതായത് ചെറിയ ബീൻസ്, സാമ്പാറിനകത്ത് നിന്ന് സാമ്പാർ ബീൻസ് ഇട്ട് കൊടുക്കുന്നു. പിന്നെ വെള്ളരിക്ക, ക്യാരറ്റ്, പടവലങ്ങ, ഇങ്ങനെയുള്ള എല്ലാ കഷ്ണങ്ങളും നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഇളക്കിയെടുക്കും. ഞാനിതിലേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതും ഇടുന്നുണ്ട്. കഷ്ണം എത്ര ആയാലും അത് നല്ലതാണ് സാമ്പാറിന്. അതിനുശേഷം ഇത് ഇളക്കിയെടുക്കുക. അവസാനമായിട്ട് ഇതിലേക്ക് ചുവന്നുള്ളി, ചെറിയ ഉള്ളിയും കുറച്ച് തക്കാളിയും ഞാൻ ഇട്ട് കൊടുക്കുന്നു. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. അതിനുശേഷം നമ്മളിത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കുന്നു. ഇതിങ്ങനെ വേവിക്കുമ്പോൾ ഒരു വിസിൽ കൊടുത്തേച്ചാൽ മതി. അതിനുള്ളിൽ ഈ പച്ചക്കറികളെല്ലാം വെന്ത് ഈ പരിപ്പിന് ഒപ്പം ചേരുന്നതായിരിക്കും. അതിനുശേഷം ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നു. നന്നായി ഇളക്കിയ ശേഷം കുക്കർ അടച്ച് ഇത് നമ്മൾ ഒരു വിസിൽ വരുന്നിടം വരെ വെച്ച് വേവിച്ചെടുക്കുന്നു. ഒരു വിസിൽ കൊടുത്താൽ മതി. ഒരു വിസിൽ കഴിയുമ്പോൾ ഇത് ഈ ഒരു പരുവത്തിൽ വെന്ത് കിട്ടും. വെന്ത് കിട്ടിയത് ചെറുതായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് നമ്മൾ കുറച്ച് മുരിങ്ങയ്ക്ക അരിഞ്ഞത് കൊടുക്കുന്നു. മുരിങ്ങയ്ക്ക ഇളം മുരിങ്ങയ്ക്ക ആയതുകൊണ്ട് ഞാൻ ആദ്യം ഇട്ടില്ല, പിന്നീട് പച്ചമുളകും ഇടുന്നു. പച്ചമുളകും മുരിങ്ങയ്ക്ക ഇട്ട ശേഷം സാമ്പാർ പൊടി എടുക്കാവുന്നതാണ്. റെഡിമെയ്ഡ് കിട്ടുന്ന സാമ്പാർ പൊടി തന്നെയാണ്. ഞാനൊന്ന് വെള്ളത്തിൽ ചാലിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം. ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിക്കൊത്ത് ഇടുന്നു. മല്ലിക്കൊത്തിന് ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മല്ലി ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഈ സമയത്ത്. എനിക്കിത് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. അതിനുശേഷം മറ്റൊരു പാൻ എടുത്ത് അതിലേക്ക് വെണ്ടയ്ക്ക ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കുന്നു. വെണ്ടയ്ക്ക നമ്മൾ ആദ്യം ഇടുന്നില്ല, ഇതിങ്ങനെ ഒരു വഴറ്റി ഇടുന്നുടനെ ഒരു നല്ല ഫ്ലേവർ കിട്ടുന്നതായിരിക്കും. ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ അത് നമുക്ക് ഈ സാമ്പാറിലേക്ക് യോജിപ്പിക്കാവുന്നതാണ്. അതിനുശേഷം ഇതിലേക്ക് ജാഗരി പൗഡർ, അതായത് ശർക്കരയുടെ പൗഡർ ഞാൻ ഇട്ട് കൊടുക്കുന്നു. ഇതൊന്ന് നന്നായി ഇളക്കിയ ശേഷം നമുക്ക് ഇതിലേക്ക് കടുക് താളിക്കാനുള്ള സാധനങ്ങൾ എടുക്കാം. കടുക് താളിക്കാനായിട്ട് ഒരു ചെറിയ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക്, കറിവേപ്പില, പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചുവന്നുള്ളി, പിന്നെ വറ്റൽമുളക്, ഇത്രയും സാധനങ്ങൾ ഇട്ട് നന്നായി താളിച്ചെടുക്കുക.
ഇതിലേക്ക് അവസാനമായി 2 കൂട്ടം കൂടെ ഇടേണ്ടതുണ്ട്. ഉലുവാപ്പൊടി 1 ടേബിൾ സ്പൂൺ, പിന്നെ കുറച്ച് കായം. ഉലുവാപ്പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ കായം ആവശ്യത്തിന് ചേർക്കുക. ഇത് ഇങ്ങനെ ചേർക്കുമ്പോൾ ഒരു നല്ല ഫ്ലേവർ കിട്ടുന്നതാണ്. ഇങ്ങനെ ഒന്ന് ചേർത്ത ശേഷം ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ഇത് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന സാമ്പാറിലേക്ക് ഒഴിക്കാവുന്നതാണ്. സാമ്പാറിൽ ഒഴിച്ച ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ സാമ്പാറിലേക്ക് ഞാൻ 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നു. ഏറ്റവും അവസാനമായിട്ട് ചേർക്കുന്ന ഒരു കൂട്ടാണ് നെയ്യ്. നെയ്യ് ഇട്ട ശേഷം ഒന്ന് നന്നായി ഇളക്കിയെടുക്കുക. അത്രയേ ഉള്ളൂ, നമ്മുടെ സാമ്പാർ റെഡി. ഇനി ഈ സാമ്പാർ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇവിടെ അബിയാണ് നമ്മൾ വെക്കുന്നതെല്ലാം ആദ്യം ടേസ്റ്റ് ചെയ്യുന്നത്. അബിയോട് ചോദിക്കുക എങ്ങനെയുണ്ടെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. കൂടുതൽ വീഡിയോകൾ കാണുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. അപ്പോൾ ഇന്നത്തേക്ക് ബൈ ബൈ.